ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ഗ്രാറ്റിറ്റ്യൂഡിന് അത്രത്തോളം നമ്മുടെ ലൈഫിൽ എന്തുണ്ട്, ലൈഫിനെ ചേഞ്ച് ചെയ്യാനും ലൈഫിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളത്. എത്രത്തോളം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണോ നമ്മളെ മനസ്സ് അത്രത്തോളം നമ്മൾ എന്താണ്, എത്രത്തോളം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ് അത്രത്തോളം നമ്മളെ ലൈഫിൽ ഇങ്ങനെ എന്താ പറയാ, നമ്മളെ ലൈഫ് ഒരു പൂന്തോട്ടം പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള പൂക്കളും ഭംഗിയുള്ള കായ്ക്കനികളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻ ആയിട്ട് മാറും. നമ്മൾ എത്രത്തോളം ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു അതൊക്കെ നമ്മളെ വളർച്ചയിലേക്ക്, ഗ്രോത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുള്ളൂ. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എന്താ പറയാ, മരണം വരെ നമ്മളിങ്ങനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം, അത് ഒരിക്കലും വിടേണ്ട കാര്യമുള്ളതല്ല. നമ്മൾ കുറച്ചു കാലമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെ വിടേണ്ട ഒരു കാര്യമുള്ളതല്ല. കാരണം അത്രത്തോളം ബ്ലെസ്സിങ്സ് നമ്മളെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ക്രിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾ പറയലുണ്ട് പരമകാരുണ്യവാനാണ്, കരുണാനിധി. അത്രത്തോളം കാരുണ്യം എല്ലാവർക്കും ചൊരിയുന്നതാ. അത് ഇന്ന ആളുകള് എന്നുള്ളതൊന്നുമില്ല അല്ലെ. ആളെ നോക്കാതെ ജാതി മതം അങ്ങനത്തെ ഇന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇവര് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവർ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതോ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ എത്രത്തോളം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പോലും നോക്കാതെയാണ് ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ ബ്ലെസ്സിങ്സ് നമ്മളെ മേലേക്ക് ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പകരം നമുക്ക് തിരിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റണം. ഇങ്ങോട്ട് തരുന്നതിന്റെ പകരം, അതിന്റെ പകരം ഒന്നും ആവൂല, നമ്മൾ കൊടുക്കുന്നത് ഒന്നും ആവില്ല. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതുന്നതൊന്നും ഒന്നും ആവില്ല. പക്ഷെ എന്നാലും നമ്മളെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കുഞ്ഞു ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞു മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം എന്നുള്ളതാ. ഇത്രയും നമ്മൾക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്യാന്നുള്ളതാ. അപ്പൊ ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹെൽത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആരോഗ്യത്തിൽ നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഓരോ ആരോഗ്യമില്ലാത്ത ആളുകളെ കാണുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു അസുഖം ആയി കിടക്കുന്ന ഒരാളെ അടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണെന്നുള്ളത് അല്ലെ. കണ്ണില്ലാത്തവർക്കേ കണ്ണിന്റെ വില അറിയൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ആരോഗ്യത്തിന്റെ വില അറിയുള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചവനെ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ പഠിച്ചവനെ വിളിച്ചിട്ടില്ല എന്നെങ്കിൽ ആരോഗ്യം ഇല്ലാത്ത സമയത്ത് നമ്മൾ എത്ര വിളിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള സമയത്ത് നമ്മളെ ലൈഫിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പൊ. കുറെ വാർദ്ധക്യത്തിലെത്തി കുറെ അസുഖവും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് എന്തെയ്യില്ല, ആ ഒരു സമയത്ത് നമ്മൾ അപ്പ പഠിച്ചവനെ വിളിച്ചിട്ട് കാലം അതിന്റെ മുന്നേ നമ്മൾ വിളിച്ചു തുടങ്ങുമ്പോ ആ കാലവും നമുക്ക് ഭയങ്കര മനോഹരാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എത്രത്തോളം നമ്മുടെ ഒറ്റ മിനിറ്റ്. ഹലോ ടീച്ചറെ. യെസ്. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല് അല്ലെ, നമ്മളെ ആരോഗ്യത്തിനാണെങ്കിലും നമ്മളെ ബന്ധങ്ങളിൽ ഓരോ കാര്യത്തിനും നമ്മൾ പറഞ്ഞു അത്രത്തോളം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. തന്ന ഓരോ കാര്യത്തിനും തന്ന ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ അപ്പൊ അല്ല നമ്മൾ പഠിച്ചവനെ വിളിക്കണ്ടേ. ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, വിളിക്കാനുള്ള മനസ്സുണ്ടാവണം. അപ്പോഴേ ഇല്ലാത്ത സമയത്ത് നമുക്ക് അല്ല, ആ ഉള്ളിൽ നിന്നുള്ള വിളി വരുള്ളൂ. മറ്റേത് നമുക്ക് വേറെ ആരും ഒരു രക്ഷയും കിട്ടാത്തോണ്ട് വിളിക്കുക എന്നുള്ള ഒരു വിളിയായിരിക്കും അല്ലെ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാവുക.
അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ ഏത് നിമിഷവും നമ്മൾ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നമ്മളെ വെൽത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് പറയുന്ന ഓരോ കാര്യങ്ങളും, അപ്പൊ നമ്മള് നമ്മുടെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. നമ്മളിപ്പോ നമ്മുടെ ഭക്ഷണം ആവട്ടെ, അല്ലെ, നമ്മളെ പിന്നെ വസ്ത്രങ്ങളാവട്ടെ, നമ്മളെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം പിന്നിൽ ഒരുപാട് എന്തുണ്ട്, സമ്പത്തിന്റെ ഒരു ഇതുണ്ട്, കണക്ഷൻ ഉണ്ട്. കാരണം വെൽത്തുമായിട്ട് നമ്മുടെ ലൈഫ് അത്രയും കണക്റ്റഡ്. നമ്മൾ പറയും പൈസ എന്ന് പറഞ്ഞത് സന്തോഷം തരുന്ന സാധനമൊന്നുമല്ല. പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ, പൈസക്ക് സന്തോഷം തരാനും പറ്റൂല, പൈസക്കാർക്ക് മാത്രമൊന്നുമല്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ പൈസനെ കുറിച്ചിട്ട്, പണത്തിനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ബിലീഫുകൾ നമുക്കകത്തുണ്ട്. കുറെ പൈസ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഹങ്കാരമുള്ള ആളുകളാണ്. അങ്ങനത്തെ രൂപത്തിലൊക്കെ പണത്തിനെ നമ്മൾ പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ, ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതിയാവും. നമുക്ക് ചെറുപ്പം തൊട്ട് ഇങ്ങനെ, ഇപ്പൊ ചില ആളുകൾക്കുണ്ട് കുറെ ചിരിച്ചാൽ കരയേണ്ടി വരും. നമ്മളെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് പ്രോഗ്രാമാണ്. കുറെ ചിരിച്ചാൽ കരയേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഉള്ളിൽ ഒരു പ്രോഗ്രാംഡ് ആയിട്ട് മാറി. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ പ്രോഗ്രാം അവിടെ ഉള്ളിൽ കയറി നിൽക്കുന്നു. അപ്പൊ നമ്മൾ കുറെ ചിരിക്കുമ്പോൾ സങ്കടപ്പെടാനുള്ള എന്തെങ്കിലും ഒരു റീസൺ മനസ്സെന്ത് ചെയ്യും, അട്രാക്ട് ചെയ്ത് കൊണ്ടുതരും. അതുപോലെ തന്നെയാണ് നമ്മളെ സമ്പത്തിന്റെ കാര്യത്തിലും വരാം. സമ്പത്തിനെ കുറിച്ചിട്ട്, മണീനെ കുറിച്ചിട്ട് എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ് നമുക്ക് അകത്തുണ്ട്. പണത്തിന് കുറെ സന്തോഷമൊന്നും തരാൻ പറ്റൂല, പണം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ടല്ല സന്തോഷം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക്. അതുപോലെ പണക്കാരെ കാണുന്ന സമയത്ത് നമുക്കുള്ളിൽ വരുന്ന ചിലപ്പോൾ ഉണ്ടാവും ചില ആളുകൾക്ക് ഒരു ഭയങ്കര പിശുക്കന്മാർ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രൂപത്തിൽ നമുക്ക് ഈ ആ പൈസയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് ബിലീഫുകൾ ഉണ്ടോ, ചിലപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളായിട്ട് കേട്ടതാവില്ല, സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സിന്റെ അടുത്ത് നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് പല പല കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ ഈ കാര്യങ്ങള് നമുക്ക് എന്ത് ചെയ്യും വെച്ചാൽ നമ്മളെ ഉള്ളിൽ പ്രോഗ്രാംഡ് ആയിട്ട് കിടന്ന ഇതൊക്കെ നമ്മളെ ഈ ഒരു വെൽത്ത് നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. വെൽത്തിന് അത്രത്തോളം നമ്മളെ ലൈഫിൽ, ഇപ്പൊ നമ്മൾ എത്ര പണത്തിന് സന്തോഷം കൊണ്ട് തരില്ല എന്ന് പറഞ്ഞാലും നമ്മളെ ലൈഫിൽ ആരോഗ്യം ഉണ്ടായിട്ട്, കുറെ നല്ല ആരോഗ്യമുണ്ട്, കുറെ നല്ല ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. പണം അത്യാവശ്യം തന്നെയാണ്, അല്ലെ. പണം എന്നുള്ളത് നമ്മളെ ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതില്ലാണ്ട് പക്ഷെ ഇല്ലാത്ത അവസ്ഥയിലും ഗ്രേറ്റ്ഫുൾ ആവാൻ നമുക്ക് പറ്റണം. അതൊരു കാര്യമാണ്. അത് ഇല്ലാന്നുണ്ടെങ്കിലും, അത് ഏത് കുറഞ്ഞ അവസ്ഥയിലാണെങ്കിലും നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റണം. അതെന്ന് വിചാരിച്ചിട്ട് പണം കൂടുതൽ സമ്പാദിക്കുന്നത് തെറ്റാണെന്നോ, അല്ലെങ്കിൽ പണം കുറെ ഉണ്ടാവുന്നത് കുറെ അഹങ്കാരം കൊണ്ട് തരും എന്നുള്ളതോ, ഇതുപോലെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ നമ്മളെ ഉള്ളിൽ കിടക്കുമ്പോൾ പണവുമായിട്ട് അതെന്ത് ചെയ്യും. ഇപ്പൊ നമ്മളൊരു ആളുകളുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ കുറിച്ചിട്ട് നമുക്കുള്ളിലുള്ള എന്തൊക്കെ, ഇപ്പൊ ഓരോടുള്ള ദേഷ്യം ആവട്ടെ, ഓരോടുള്ള വെറുപ്പും, ഓരോരുത്തുനിന്ന് കിട്ടിയ അനുഭവങ്ങള്, കാര്യങ്ങള് നമ്മളിങ്ങനെ ഉള്ളിൽ കണ്ട് നടക്കുമ്പോൾ ഓരുമായിട്ടുള്ള ഒരു എനർജി ബ്ലോക്ക് വരുന്ന പോലെ തന്നെ പണം അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് ബിലീഫുകൾ നമുക്കുള്ളിൽ പണത്തിനുമായിട്ട് എന്ത് ചെയ്യും, ആ പണവും നമ്മളും തമ്മിലുള്ള ആ ഒരു കണക്ഷന് അവിടെ ബ്ലോക്ക് വരാൻ കാരണമാവും ഇത്. അപ്പോ നമ്മൾ അതിന് ഒരുപാട് റീസൺ ഉണ്ട്. ഒരുപാട് നമുക്കത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്രത്തോളം നെഗറ്റീവ് ബിലീഫുകൾ, കാര്യങ്ങൾ ഇതിനനുസരിച്ചിട്ടുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യും, നമുക്ക് ആ പണവുമായിട്ടുള്ള കണക്ഷന് കുറഞ്ഞു വരും. അപ്പൊ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെ, കുറെ ചിരിച്ചാൽ കരയേണ്ടി വരും. ആ കുറെ ചിരിച്ചാൽ കരയേണ്ടി വരും എന്നുള്ളത് ഉള്ളിൽ അത്രയും പ്രോഗ്രാംഡ് ആയിട്ട് കയറിയാല് ആ പ്രോഗ്രാം എത്രത്തോളം കാലം നമ്മൾ ഉള്ളിൽ എടുക്കും, അത്രത്തോളം കാലം അതിങ്ങനെ കരയാനുള്ള അവസരങ്ങൾ, ചിരിക്കുമ്പോഴത്തേന് കരയാനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടേ വരും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ, നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ പണത്തിന്റെ കേസിലാണെങ്കിലും ഇപ്പൊ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പണം ഇല്ലാണ്ട് വന്നു, പണത്തിന്റെ ഷോർട്ടേജ് എന്തെങ്കിലും വന്നപ്പോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വല്ലാണ്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വേദന അനുഭവിച്ചു. ഇപ്പൊ പൈസ ഇല്ല, പണം ഇല്ലാത്ത അവസ്ഥ നമ്മൾ ഇങ്ങനെ പറയുമ്പോ അതും എന്താണ്, ചിലപ്പോ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വന്ന ചെറിയൊരു പ്രശ്നം കാര്യങ്ങളായിരിക്കാം. പക്ഷെ നമ്മൾ പറയുന്നത് ആരെ കുറിച്ചിട്ടാ, പണത്തിനെ കുറിച്ചിട്ടാണ്. പണം ഇല്ല, പൈസ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാഷ് ഇല്ലാലോ, അങ്ങനെ ഇല്ലാലോ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ പോണതൊക്കെ എവിടുക്കാ, നമ്മളിപ്പോ ഒരാളെ കുറ്റം പറയുന്ന സമയത്ത് ആ ആളുമായിട്ടുള്ള കണക്ഷനിൽ ബ്ലോക്ക് വരുന്ന പോലെ, നെഗറ്റീവ് എനർജി അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ പണത്തിനും എന്തുണ്ട്, പണത്തിലും ഇതേപോലെ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത പണത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും,
പണത്തിന്റെ ഇടയിലും നമ്മൾക്ക് ബ്ലോക്കുകൾ ഉണ്ടാക്കും, പണവും നമ്മളുമായിട്ട്. അപ്പൊ ഈ പണവും നമ്മളുമായിട്ടുള്ള ബ്ലോക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, അല്ലെ, നമ്മളിലേക്ക് മണി ഫ്ലോ കാര്യങ്ങൾ കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അപ്പൊ നമ്മൾ പറഞ്ഞു, എത്രത്തോളം നമ്മൾ ആരോഗ്യത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നോ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്കുള്ള ബന്ധങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ആ ബന്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിനനുസരിച്ച് നമ്മളെ ലൈഫ് എന്ത് ചെയ്യും? അപ്ലിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ എത്രത്തോളം പണത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നോ അതിനനുസരിച്ച് പണം എന്ത് ചെയ്യും? നമ്മളെ ലൈഫിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള. അപ്പൊ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ ഇൻ ശകർത്തും അസീദന്നക്കും. നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണോ അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് പറയുമ്പോൾ, അല്ലെ, കൂടുതൽ കൂടുതൽ തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോ നമ്മൾ ഏത് പണമില്ലാത്ത അവസ്ഥയിലാവട്ടെ, ഇനി പൈസ കുറെ ഉള്ള അവസ്ഥയിലാവട്ടെ, ഉള്ളതിന് അത്രത്തോളം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു വാക്ക് പോലും വിടാതെ നമുക്ക് പറയാനാവണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരന്നെ വേണം. അപ്പൊ നമ്മൾക്ക് ഈ ഡിവൈൻ എനർജി, ദൈവികമായിട്ടുള്ള ഊർജം, അല്ലെ, നമ്മൾ ഡിവൈൻ എനർജി, ദൈവത്തിന്റെ അടുത്ത് നിന്ന് നമുക്ക് ആ ഒരു ഊർജം, അത് നമ്മളെ ലൈഫിൽ എന്ത് ചെയ്യും? ആ ഊർജം പലതായിട്ട് മാറും. അത് നമ്മളെ ആരോഗ്യമായിട്ട് മാറുന്നു, നമ്മുടെ സമ്പത്തായിട്ട് മാറുന്നു, നമ്മളെ ബന്ധങ്ങളായിട്ട് മാറുന്നു, അല്ലെ, നമ്മളെ ഭക്ഷണമായിട്ട് മാറുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ എന്നുള്ളത്, അല്ലെ. ഊർജം നിർമ്മിക്കാനോ നമുക്ക് പറ്റൂല, നശിപ്പിക്കാനും നമുക്ക് പറ്റൂല. പക്ഷെ അത് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ നടക്കുന്നത് എന്താ? ഡിവൈൻ എനർജി നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ആ ഫ്ലോ ചെയ്ത ആ ഒരു എനർജി എന്തായിട്ട് മാറുന്നു? നമ്മളെ ഭക്ഷണമായിട്ട് മാറുന്നുണ്ട്, അല്ലെ, നമ്മളെ നല്ല ബന്ധങ്ങളായിട്ട് മാറുന്നുണ്ട്, നമ്മളെ മക്കളായിട്ട് മാറുന്നുണ്ട്, അല്ലെ, അതുപോലെ നമ്മളിലുള്ള സമ്പത്തായിട്ട് മാറുന്നുണ്ട്, നമ്മളെ ഐശ്വര്യവും സമൃദ്ധി ഓരോന്നോരോന്ന് ഈ ഡിവൈൻ എനർജിയാണ്, ഒരേ സെയിം എനർജിയാണ് ഇതൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ മണി എന്ന് പറയുന്നത്, വെൽത്ത്, സമ്പത്ത് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ സമ്പത്ത് എന്ന് പറയുമ്പോൾ സമ്പത്ത് നമുക്ക് നമ്മളെ മക്കള് സമ്പത്താണ്, നമ്മളെ ഫാമിലി സമ്പത്താണ്, ഒക്കെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ സമ്പത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യലി വരുന്ന മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളെ മണി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിവൈൻ എനർജിയാണ്. അത് ആ ഡിവൈൻ എനർജി നമ്മളിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു ചാനൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക. അത് താൻ എന്ത് ചെയ്യും? നമ്മളിലേക്ക് ഒഴുകുന്നുള്ള. അപ്പൊ പല ആളുകൾക്കും ഉണ്ടാവും, എത്ര പണിയെടുത്തിട്ടും പൈസ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എത്ര എന്തൊക്കെ ചെയ്തിട്ടും പണം വരുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും പണത്തിന്റെ റിലേറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ ഡിവൈൻ എനർജി പണമായിട്ട് മാറാനുള്ള വഴിയിൽ നമുക്ക് അകത്ത് എന്തൊക്കെയോ ബ്ലോക്കുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളില് ആ പണം, ചിലപ്പോൾ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, ആരോഗ്യമായിട്ട് മാറാനുള്ള ആ വഴിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതേപോലെ നല്ല ബന്ധങ്ങൾ കാര്യം നമുക്ക് ചുറ്റും ഉണ്ടാവും, അതിലൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷെ പണമായിട്ട് മാറാനുള്ള ആ വഴിയിൽ എന്തോ ഒരു ബ്ലോക്ക് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. ആ ബ്ലോക്കുകളാണ് നമുക്ക് അകത്തുള്ള നെഗറ്റീവ് ആയിട്ടുള്ള മണി റിലേറ്റഡ് ബിലീഫുകൾ. വേറൊന്നാണ്, നമ്മൾ ലൈഫിൽ മുന്നേ പണമില്ലാത്തതിന്റെ പേരിൽ അനുഭവിച്ച പല കാര്യങ്ങളുണ്ടാവും. ആ സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള പല നെഗറ്റീവ് ഇമോഷൻസും, ചിലപ്പം പേടിയായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, സങ്കടമായിരിക്കാം, വെറുപ്പായിരിക്കാം. ആ സമയത്ത് നമ്മൾ അനുഭവിച്ച ഇമോഷൻസ് നമുക്ക് അകത്ത് കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ ആ ഒരു നിമിഷത്തെ, ആ ഒരു സാഹചര്യത്തെ ഒന്നും പുറത്തു കൊടുക്കാണ്ട് നമ്മളെ ഉള്ളില് അന്ന് അനുഭവിച്ച ആ ഒരു കാര്യം, ആ ഒരു ഇതുണ്ടല്ലോ, അന്ന് അനുഭവിച്ചിട്ടുള്ള ചിലപ്പോ ചില വ്യക്തികളോടുള്ളതാവാം, ചിലപ്പോ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ പണം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങളും, അല്ലെങ്കിൽ പണം റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആരെങ്കിലും നമ്മളെ പണത്തിന്റെ പേരിൽ ചതിച്ചിട്ട് പോയതാവാം. ഇങ്ങനെ പല എക്സ്പീരിയൻസ് ഉണ്ടാവും. പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് അകത്തുണ്ടോ അതൊന്നും ഫോർഗീവ് ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ ഡിവൈൻ എനർജി നമ്മളിലെ പണമായിട്ട് മാറാനുള്ള വഴിയിൽ തടസ്സം നിൽക്കുന്ന ആളുകളാണ്. ഈ കാര്യങ്ങളൊക്കെ ഒക്കെ ആ വഴിയിൽ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നും നീക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പണത്തെ നമ്മളെ ലൈഫിലേക്ക് കൂടുതൽ സമ്പാദിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പണത്തിന്റെ ഒഴുക്ക് കൂട്ടാൻ പറ്റൂല. അപ്പൊ പണത്തിന്റെ ഒഴുക്ക്, ഈ തടസ്സങ്ങളൊക്കെ നീക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അതിൽ ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പണത്തിന് എഴുതുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് എഴുതുന്ന സമയത്ത് അവിടെ എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടോ അതൊക്കെ ഈ
പോസിറ്റീവ് എനർജി. ഹെൽത്ത് എന്ന് പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൈ വൈബ്രേഷൻ, ഹൈ എനർജി സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ എനർജി നമ്മളിൽ ഇങ്ങനെ ക്ലെൻസ് ചെയ്യുന്ന പോലെ തന്നെ മണിനോട് നമ്മൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിനനുസരിച്ച് ആ മണീന്റെ വഴിയിൽ എന്ത് ചെയ്യും, അവിടെ എന്തൊക്കെ ബ്ലോക്ക് ഉണ്ട് അതൊക്കെ താനെ ഇങ്ങനെ പോയി ഉള്ളിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തോളും. അത് താനേ വന്ന് ക്ലീൻ ചെയ്തോളും. അപ്പൊ പണത്തിന് എങ്ങനെയൊക്കെ നന്ദി പറയണം, പിന്നെ ഉള്ളത് ഇനി അതാ, പണത്തിന് എങ്ങനെയൊക്കെ നമ്മൾ നന്ദി പറയണം എന്നുള്ളത്. നമുക്ക് ഓൾറെഡി ഉള്ള പണത്തിന്, നമ്മളെ കയ്യിലുള്ള പണത്തിന് നമ്മൾ നന്ദി പറയണം. പിന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കാം, നമ്മളെ ചെറുപ്പം തൊട്ട്, നമ്മൾ ജനിച്ചപ്പം തൊട്ട് ഇതുവരെ എത്ര വർഷം നമ്മൾ ജീവിച്ചിട്ടുണ്ടോ, അത് തൊട്ട് ഇതുവരെ നമ്മൾ പണം കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാം. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, നമുക്ക് ഇടാനുള്ള ഡ്രസ്സ്, വസ്ത്രങ്ങൾ ഉണ്ടാവും, അല്ലെ? നമ്മളെ വിദ്യാഭ്യാസം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാവും ഈ പണം കൊണ്ട് തന്നെ ആയിരിക്കും. നമ്മൾ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടാവും, അല്ലെ? ആരോഗ്യം നഷ്ടപ്പെട്ട സമയത്ത് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടാവും, അപ്പോഴും പണം നമ്മളെ സഹായിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമ്മളെ പണം സഹായിച്ച, ജനിച്ചത് തൊട്ട് ഇതുവരെ നമ്മളെ പണം സഹായിച്ച അവസരങ്ങൾ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം, പണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം. പല ആളുകൾക്കും ഉണ്ടാവും പൈസ ഇപ്പൊ കയ്യിലില്ല, ആവശ്യത്തിനുള്ളത് കയ്യിലില്ല, പക്ഷെ അപ്പൊ ഉള്ളില് ഇല്ല എന്നുള്ളൊരു തോട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. എന്താ ചെയ്യാ, ഇല്ലാതിരിക്കാനുള്ള വഴികള് എന്ത് ചെയ്യും, കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഉള്ളിൽ എന്ത് ചെയ്യണം, ഉണ്ട് എന്നുള്ള തോട്ട് വരണം. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇത്രയും പണമൊക്കെ നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കിയാൽ, ചെറുപ്പം തൊട്ട് ജനിച്ച അന്ന് തൊട്ട് ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങള്, നിങ്ങൾ തിന്ന ഭക്ഷണം, അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ച ഓരോ സാധനത്തിന്റെയും പൈസന്റെ കണക്ക് ഇട്ട് കൊടുക്കുക. എത്ര കോടി രൂപ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് കണക്ക് കിട്ടും. അന്ന് തൊട്ട് ഇതുവരെ ഉള്ളതിന്റെ കണക്കൊന്ന് നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് കൂട്ടി വെക്കാൻ. അപ്പൊ അത്രത്തോളം പണം നമ്മളെ സഹായിച്ചിട്ടുണ്ട്, പണം ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. പണം കൊണ്ട് നമ്മൾ എത്രയോ ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നത്, വസ്ത്രം കിട്ടുന്നു, അല്ലെ? നമ്മളെ മാത്രമല്ല, നമ്മളെ ചുറ്റുമുള്ള സൊസൈറ്റിക്ക് ഈ പണം എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പണം എത്രത്തോളം ഓരോരുത്തരുടെയും ലൈഫിൽ സന്തോഷം കൊണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കാം. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും പണത്തിനോട്, ഈ കാര്യങ്ങൾക്കൊക്കെ പണത്തിന് നന്ദി പറയാം. അത്രത്തോളം പണം നമ്മുടെ ലൈഫിൽ എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഇപ്പൊ ഒന്ന് നോക്കിയാൽ മതി, നമ്മളെ ചുറ്റിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. നമ്മളെ കയ്യിൽ ഫോൺ ഉണ്ട്, ഇത് എത്ര രൂപന്റെ ഫോണാന്നൊന്നും ആലോചിച്ച് നോക്കുക. അതൊന്ന് കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇത് ഇത്ര രൂപന്റെ ഫോൺ, എന്നിട്ടും നമ്മൾ പറയും പൈസ ഇല്ല, പൈസ ഇല്ല. ആ പണം എന്തായിട്ട് മാറി, ഫോണായിട്ട് മാറി, അല്ലെ? അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോ നെറ്റ്വർക്ക്, നമ്മളെ ഇലക്ട്രിസിറ്റി, കറണ്ട് നോക്ക, ഇതൊക്കെ പണമായിട്ട് എന്താണ്, പണം വേറൊരു രൂപത്തിലായി മാറിയതാണ് നമ്മളെ വീട്ടിലുള്ള കറണ്ട് നമുക്ക്, അല്ലെ? പണം എന്ന എനർജി പോയിട്ടാണ് നമ്മളെ വീട്ടിൽ ഒരു കർട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കർട്ടൻ എവിടുന്നാ, ആ പണം മാറിയിട്ടാണ് ആ കർട്ടൻ അവിടെ വന്നിട്ടുള്ളത്. പൈസ കൊടുത്തിട്ടല്ലേ വന്നത് അവിടെ കർട്ടൻ. നമ്മളെ വീട് ആലോചിച്ച് നോക്കുക, വീട്ടിൽ പെയിന്റ് അടിച്ചിട്ടുണ്ടോ, വീട്ടിൽ തേച്ചിട്ടുണ്ടോ, അല്ലെ? വീട്ടിലെ നിലം, അല്ലെ, ടൈല് പതിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പണം എന്ന എനർജി മാറിയിട്ട് വന്ന സാധനങ്ങളാണ്. നമ്മൾ പൈസ ഇല്ല, പൈസ ഇല്ല എന്നുള്ള തോട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ പണം തന്നെയാണ്. നമ്മള് ചുറ്റിലുള്ള ഓരോ കാര്യങ്ങൾ നോക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, പണം മാറിയിട്ടാണ് ആ ഭക്ഷണം വന്നിട്ടുള്ളത്, അല്ലെ? പണം എന്ന എനർജി പോയിട്ട് അവിടെ ഒരു എനർജി എക്സ്ചേഞ്ച് നടന്നു. പണം എന്ന എനർജി അങ്ങ് പോയി, അപ്പൊ നമുക്ക് എന്തെങ്കിലും കുറെ വെജിറ്റബിൾസ് കിട്ടി, അല്ലെങ്കിൽ അരി കിട്ടി. ഈ പണം എന്നുള്ള കാര്യം നമ്മള് എന്താണ്, പണം എന്നുള്ള ആ ഒരു എനർജിന്റെ എക്സ്ചേഞ്ച് ആണ് കംപ്ലീറ്റ് നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ പണം ഇല്ല എന്നുള്ള തോട്ട് നമ്മളെ ഉള്ളിൽ നിന്ന് മാറും. അപ്പൊ പണം ഇല്ല എന്നുള്ള തോട്ട് ഉള്ളിൽ നിന്ന് മാറുമ്പോ നമ്മൾ ഇത്രയും റിച്ച് ആണല്ലേ, ഒന്നും വേണ്ട. നമ്മള് മനുഷ്യ ശരീരത്തിന്റെ വില എന്ന് പറയുന്നത് 32 കോടിയാ. ഓരോ അവയവങ്ങളുടെ നമുക്കറിയണം, അല്ലെ? നമ്മള് 5 ലക്ഷം തരാന്ന് പറഞ്ഞാല് നമ്മള് കിഡ്നി കൊടുക്കുവോ, നമ്മളെ ഹാർട്ട് കൊടുക്കുവോ, നമ്മളെ ബ്രെയിന് കൊടുക്കുവോ? ഇല്ല, നമ്മൾ കൊടുക്കൂല. അപ്പൊ അത്രത്തോളം വാല്യൂ ഉണ്ട്. 32 കോടിയാണ് നമ്മളെ ഒരു മനുഷ്യ ശരീരത്തിന്റെ വില. നമ്മൾ ഓരോ അവയവങ്ങൾക്കും വില ഇട്ടാല് മിനിമം 32 കോടി രൂപ ഉണ്ട്. അപ്പൊ 32 കോടിന്റെ സാധനമായി കിടക്കണത്. നമ്മൾ എന്ത് ചെയ്യൂല, അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, നമ്മൾ ആരോഗ്യം വെറുതെ നശിപ്പിക്കൂല. അനാവശ്യമായിട്ട് നമ്മൾ ജങ്ക് ഫുഡ്സ് കാര്യങ്ങൾ കഴിച്ച് നമ്മൾ എന്താക്കൂല, വെറുതെ നമ്മളെ ആരോഗ്യത്തെ നശിപ്പിക്കൂല. ഇതേപോലെ തന്നെയാണ് നമ്മളെ സമയത്തെ നമ്മൾ എന്ത് ചെയ്യൂല, വെറുതെ കളയൂല. അപ്പൊ ഓരോന്നിനും എന്തുണ്ട്, ഓരോ വാല്യൂ ഉണ്ട്. അത് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എനർജി, അല്ലെ, ഊർജം,
ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്കുള്ള ട്രാൻസ്ഫറിങ് ആണ് നമ്മൾ ഈ ഭൂലോകത്ത് കംപ്ലീറ്റ് നടക്കുന്നത് ഊർജത്തിന്. അപ്പൊ ഡിവൈൻ എനർജി നമ്മൾ ആരോഗ്യമായി മാറുന്നു, സമ്പത്തായി മാറുന്നു, ഇങ്ങനെ ഓരോന്നായിട്ട് മാറുന്നു. അതേപോലെ നമ്മളിലുള്ള ആ ഒരു മണി എനർജി പോയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ കാര്യങ്ങൾ നമ്മളെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ അസുഖമായി കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എന്താ നടക്കുന്നത്, അവിടെ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, ആ മണി എനർജി അങ്ങോട്ട് കൊടുക്കുന്നു, ആരോഗ്യം നേടാനുള്ള മെഡിസിൻസ് കാര്യങ്ങൾ കഴിച്ച് അവിടെയും എനർജി എക്സ്ചേഞ്ച് ആണ് നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പണത്തിന് എത്രത്തോളം നമ്മളെ ലൈഫിൽ നന്ദി പറയണം എന്നാലിക്ക. വെറും നമ്മളെ കയ്യിലുള്ള പൈസക്ക് മാത്രമല്ല, ആ പണം പോയിട്ട് നമ്മളിലേക്ക് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പറയാ. ഈ ഫോൺ വാങ്ങാൻ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് അല്ലെ, ഇത്രയും അറിവുകൾ നമുക്ക് കിട്ടി. ഈ അറിവുകൾ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തുനിന്ന് ഈ ശബ്ദോർജം ആണ് നിങ്ങളിലേക്ക് എത്തുന്നത് അല്ലെ, ശബ്ദോർജമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും കേൾക്കാൻ പറ്റൂല. നെറ്റ്വർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ദിവസം എത്ര പറയേണ്ടി വരും എന്നൊന്ന് ആലോചിച്ച് നോക്കുക അല്ലെ. നമ്മൾ എഴുതുന്ന 10 അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന 20 ഒന്നും ആവൂല അല്ലെ ഒരു ദിവസം നമ്മൾ എഴുതുന്നത്. അപ്പൊ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മാക്സിമം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനും, ഇനിയിപ്പോ എഴുതാൻ സമയമില്ല നിങ്ങൾ പറയാനെങ്കിലും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാ. അപ്പൊ പണത്തിന്റെ ഒഴുക്ക് നമ്മളിലേക്ക്, മണി ഫ്ലോ നമ്മളിലേക്ക് കൂടണം എന്നുണ്ടെങ്കിൽ മണിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്ന് പറയുമ്പോൾ ചെറുപ്പം തൊട്ട് ഇതുവരെ പണം നമ്മളെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടോ, നമ്മളെ കയ്യിൽ, നമ്മളെ പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളെ ബാഗിലുള്ള പൈസക്ക് മാത്രമല്ല നന്ദി പറയേണ്ടത്. ഇത്രയും കാലം നമ്മളെ ഏതൊക്കെ അവസരങ്ങളിൽ പണം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ, സന്തോഷിപ്പിച്ചിട്ടുണ്ടോ. നമ്മൾ ഈ ആരോഗ്യത്തിന്റെ കാര്യം, ബന്ധങ്ങളെ കാര്യം ഒക്കെ പറയുമ്പോഴും ഈ ആരോഗ്യം ഇവിടെ നിലനിൽക്കുന്നതും ആ പണം ഉള്ളതുകൊണ്ടാ അല്ലെ. നല്ല ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ, നല്ല പച്ചക്കറി നല്ല ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി തിന്നണം എന്നുണ്ടെങ്കിൽ അവിടെയും പണത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോ ആ പണത്തിനെ ആ ഒരു വാല്യൂ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പണത്തിനെ സ്നേഹിക്കുക. നമ്മൾ ആളുകളെ സ്നേഹിക്കുന്ന പോലെ പണത്തിനെ സ്നേഹിക്കുക. നമ്മളെ കയ്യില് ഒരു 10 രൂപന്റെ നോട്ടാണ് അല്ലെങ്കിൽ 1 രൂപന്റെ കോയിൻ ആണെങ്കിൽ കൂടി അതിനൊരു റെസ്പെക്ട് ഒക്കെ കൊടുക്കാം. നമ്മളിങ്ങനെ ബാഗിലൊക്കെ ഉണ്ടാവല്ലോ ഇങ്ങനെ ആകെ ചുറ്റി കൂട്ടിയിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെ ഒക്കെ ഇടുന്നത്, ആ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പണത്തിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ ഒരു ബഹുമാനം ഇല്ലാതെ പണം കുറെ 1 രൂപ കുറെ അവിടെയും ഇവിടെയും പൈസകൾ നമ്മളെ ബാഗിൽ കുറെ അവിടെയും ഇവിടെയും സ്ഥലത്തുണ്ടാവും. അത് തന്നെ കുറെ ചുരുട്ടി കൂട്ടിയിട്ടുണ്ടാവും അല്ലെ. 10 രൂപന്റെ നോട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ബസ്സിലൊക്കെ ഓരോരുത്തർ പോകുമ്പോൾ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒരു 10-14 മടക്കാക്കിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഇതൊക്കെ ഓരോന്നും, ഇതൊക്കെ സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഇത് ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. നമ്മൾ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ. ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും വെറുതെ എന്താക്കരുത്, വാല്യൂ ഇല്ലാത്ത പോലെ കാണിക്കരുത്. 10 രൂപയാണെങ്കിലും 1 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അവ ഓരോന്നും നമ്മൾ റെസ്പെക്ട്ഫുള്ളി അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാ. പൈസ കാര്യങ്ങൾ നമ്മൾ ബാഗിൽ സൂക്ഷിക്കുന്ന സമയത്തായിക്കോട്ടെ, അത് കംപ്ലീറ്റ് നല്ല നീറ്റ് ആയിട്ട് വെക്കുക. അതൊക്കെ ഈ മണി ഫ്ലോ കൂട്ടാനുള്ള ഓരോ കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. കാരണം മണീനെ നമ്മൾ അത്രത്തോളം അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനെ കെയർ ചെയ്യുന്നുണ്ട്, അതിനെ വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി. വെറുതെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെറുതെ വാങ്ങി കഴിക്കുന്നതും ആവശ്യത്തിന് നമ്മൾ പണം ചെലവഴിക്കുന്നതും ഒക്കെ ഇതിൽ പെട്ട കാര്യങ്ങൾ തന്നെയാ. മണി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസിപ്ലിനിൽ പെട്ട കാര്യങ്ങളാണ്. അനാവശ്യമായിട്ട് വെറുതെ ക്യാഷ് ചെലവാക്കുന്നതും മണിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആവശ്യത്തിന് എന്ത് വേണം, ഉപയോഗിക്കാൻ വേണം. അപ്പം ഇന്ന് തൊട്ട് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിൽ എന്തും കൂടി വരണം, മണി റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡും കൂടി വരണം. അങ്ങനെ ആവുമ്പോഴേ ആ ഡിവൈൻ എനർജി മണി ആയിട്ട് മാറാനുള്ള വഴിയിലുള്ള എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ സാധിക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എല്ലാവർക്കും ഉള്ള അല്ലെ, ഇത് എന്റെ വിധിയാണ്, എനിക്കിതൊക്കെ വിധിച്ചിട്ടുള്ളൂ എന്ന് പറയും. ആ വിധിക്കപ്പുറം അത് നമ്മൾ വിധിച്ച വിധിയാണ്. നമ്മൾ പടച്ചോൻ വിധിച്ച വിധി എവിടെയെന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നിട്ട് നമ്മളെല്ലാം കൂടി പടച്ചോന്റെ തലയിൽ കെട്ടി വെക്കും. ഇത് പടച്ചോൻ വിധിച്ച വിധിയാണ്. ആക്ച്വലി നമ്മളാണ് അവിടെ എന്തുണ്ടാക്കി വെച്ചിട്ടുള്ളത്, കുറെ ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ പടച്ചോനെ പറയും അത് പടച്ചോനാണ് പടച്ചോൻ എനിക്ക് ഇത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് പറയും. അതല്ല, നമ്മളാണ് അവിടെ കുറെ ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ക്ലിയർ ചെയ്യേണ്ട ഡ്യൂട്ടി നമുക്ക് തന്നെയാണ്. പടച്ചോൻ നമ്മൾ ചോദിച്ചതൊക്കെ നമ്മളെ ചുറ്റിലും ഇങ്ങനെ തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മളിലേക്ക് എത്താനുള്ള അവിടെ ഇങ്ങനെ ബ്ലോക്കുകളൊക്കെ ഒന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോ അതൊക്കെ
പെട്ടെന്ന് എന്ത് ചെയ്യും, മാറിക്കിട്ടും. അപ്പൊ മണിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പൈസ ഒക്കെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് പൈസനോട് നന്നായിട്ട് താങ്ക് യു പറയാം. കയ്യിൽ പിടിക്കുന്ന സമയത്ത് പൈസ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ പൈസ ഒക്കെ പിടിക്കുന്ന സമയത്ത് അതിനൊക്കെ നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. കയ്യിൽ പിടിക്കുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കുക. ഒരു കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഒക്കെ അതിനോട് നല്ല താങ്ക് യു പറഞ്ഞിട്ട് കൊടുക്കുക. ആ പണം അല്ലെ, ഇന്ന സാധനം വാങ്ങാൻ എന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ആ പണം കൊടുക്കുക. അത് പിന്നെ അതിലും ഇരട്ടിയായിട്ട് എന്ത് ചെയ്യും, നമ്മളിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇനി മുതൽ ആ കാര്യം കൂടി എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.